ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം, നീ വേറെ അടുത്തത് പറയരുത്. ഞാൻ ആരടുത്ത് പറയാൻ? ഉമ്മയെ കൊണ്ട് സത്യം ഇട്ടാണ്. എന്റെ പെറ്റുമ്മ സത്യം. നമ്മളവിടെ കോളേജിൽ പഠിച്ച ലക്ഷ്മിയില്ലേ, അവക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഏത് ലക്ഷ്മി? നമ്മളെ ക്ലാസ്സിൽ ഒരു ലക്ഷ്മിയല്ലേ ഉള്ളൂ. ഇൻസ്റ്റയിലെ ഡാർക്ക് ഏഞ്ചൽ ലക്ഷ്മി? ആടാ അവള് തന്നെയാ. പൊന്നു മുത്ത, നീ എന്തായി പറയുന്നേ? ആടാ എനിക്ക് ഫൈനലി ഷീ ഗോട്ട് മീ ടു എ ഗേൾഫ്രണ്ട്. കമ്മിറ്റ് ആയി. എന്റെ പൊന്നു മുത്ത, ഞാനവള് റിലേഷനിലായിരുന്നടാ. വാട്ട്? യെസ്, ഞാനവളും തമ്മിൽ സീക്രട്ട് റിലേഷൻഷിപ്പിലായിരുന്നടാ. മറ്റേ ലക്ഷ്മിയുടെ ആരുടെ മിണ്ടാതെ ഇങ്ങനെ പാവക്കുട്ടി കണക്ക് സൈഡിൽ ഇരിക്കുന്ന അവളാണ്ടറാ. അവള് തന്നെ ആ മുതുകത്ത് 2 മറുകുള്ള ലക്ഷ്മി. എടാ ഞാൻ മറുകൊന്നും കണ്ടിട്ടില്ലടാ. നീ എന്റെ അടുത്ത് പറയാത്ത എന്താ റിലേഷൻഷിപ്പിന്റെ കാര്യം? ഇന്ന് രാവിലെ അങ്ങോട്ട് ആയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ അറിഞ്ഞ നീ ഇവിടുത്തെ ചാറ്റ് ചെയ്യുന്ന മുന്നേ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നാ? എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണ് നടന്നിട്ടുള്ള എന്റെ ജീവിതത്തിൽ? ഒരു തേങ്ങ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് രഹസ്യമായിട്ട് വെച്ചിട്ട് അവസാനം ജയിക്കുമ്പോ പറയാന്ന്. അപ്പൊ അവളെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. നീ ആരെങ്കിലും ഒരുത്തിയെ നീ വെറുതെ ഇട്ടുണ്ടോ ക്ലാസ്സിൽ? അത് വിട്. നീ വേറൊരു കാര്യം പറഞ്ഞോ? ഇല്ല, പറ. നമ്മളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പാർവതി ടീച്ചറല്ലേ, ടീച്ചറിന്റെ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്ന്. എന്നിട്ട് ബാക്കി എനിക്ക് അറിയാൻ പറ്റില്ല. ന്യൂസ് കിട്ടുന്ന അനുസരിച്ച് ഞാൻ നിന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ മറ്റേ ഡ്രൈവർ മാമയില്ലേ, അങ്ങനെ മോള് ഒളിച്ചോടി കേട്ടോ. അത് ഞാൻ അന്നേ നോട്ട് ചെയ്തതാണ്. അവള് പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു. അജ്മൽ ഒരു സമയത്ത് 3 പെൺകുട്ടിയെ നോക്കിയെന്ന് പറഞ്ഞു, അത് 3 പിടിച്ചടാ. അതവന്റെ അഹങ്കാരമുള്ള അങ്ങനെ തന്നെ വേണം അവന്. എന്നാലും ലക്ഷ്മി അല്ലെ, ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ, അങ്ങ് വിട്ടേക്ക്. വിട്ട് ഞാൻ വേണ്ട. വേറൊരു ന്യൂസ് കിട്ടി കേട്ടോ. എന്റെ ഓഫീസിൽ വേറൊരു പരിപാടി നടക്കുന്നുണ്ട്. റാം എന്ന് പറയുന്നവനും ദേവിക എന്ന് പറയുന്ന പെണ്ണും തമ്മിൽ ഇൻസ്റ്റാ ചാറ്റ് ലീക്കായി. അത് വേണോ വായിച്ചേരട്ടാ? ഇൻട്രസ്റ്റിംഗ് വാട്സ്ആപ്പ് ചെയ്. വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാണ്? എന്തേലും ആരെങ്കിലും എന്തെങ്കിലും കേസ് പോലും ഉണ്ടോ? സംസാരിച്ചോണ്ടിരിക്കുക ഒരുപാട് നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് ചെവി തരിക്കുന്നു. സത്യം, എന്റെ നാക്ക് കിടന്ന് കുഴയുന്ന എന്തേലും ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്. ഒരു ചെറുക്കനും പയ്യനും നിൽക്കുന്നു, ഒരു പെണ്ണും ചെറുക്കനും നിൽക്കുന്നു. അവരെ പറ്റി കുറ്റം പറഞ്ഞാലേ ഉമ്മ വയ്ക്കുന്നടാ. എന്താടാ നമ്മളില്ല ഒരുമാതിരി അവര് സ്നേഹിക്കട്ടാ. കേക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടാ. ഇങ്ങനെ നുണ പറയാതെ നീക്ക. നീ പെണ്ണേഴ്സായിട്ട് റിമാൻഡ് ആയിട്ട് നീ ഒളിച്ച് എന്റെ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടല്ല. എന്നിട്ട് അവങ്ങളുടെ താളം വിടുന്നു. അറിയിടാ, നമ്മളൊക്കെ ചുമ്മാ ഡയലോഗേ വിടൂ, ജീവിതത്തിൽ കാണിക്കൂല. സത്യം. ഞാൻ ചുമ്മാ നിങ്ങൾ പരിപാടി എടുക്കട്ടെ.